ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ബോബി ചെമ്മണ്ണൂരിനെ പറ്റിയാണ്. ബോബി ചെമ്മണ്ണൂർ ചില ആഴ്ചകളായിട്ട് നമ്മുടെ ഹണി റോസും ബോച്ചയും തമ്മിലുള്ള പ്രശ്നത്തിന് ശേഷം അദ്ദേഹം ഒന്ന് സൈലന്റ് ആയിട്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ബോബി ചെമ്മണ്ണൂരും ഹണി റോസും തമ്മിലുള്ള പ്രശ്നത്തിന് ശേഷം ആ കോടതിയും അതിൻ്റെതായിട്ടുള്ള നിയമ നടപടികൾക്കൊക്കെ ശേഷം ആള് കുറച്ചൊന്ന് ഒരു സൈലന്റ് ആയിട്ട് ഇരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. പക്ഷെ ഇപ്പോൾ അതീവ വർദ്ധിത വീര്യത്തോടു കൂടി ബോച്ച വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം മലയാളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി കടന്ന ഭാഷ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നടിമാരെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ട് അവർക്കൊക്കെ ഒരു ചങ്കിടിപ്പുണ്ടാക്കുന്ന നീക്കവുമായിട്ടാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു ബിസിനസ്സുകാരനാണെന്ന്. ഈ ബുദ്ധിമാൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെ തിരിച്ചടി നേരിടുന്നു എന്ന് തോന്നുന്ന സ്ഥലത്ത് അതിനെ ചവിട്ടുപടിയാക്കിക്കൊണ്ട് അതിൽ ചവിട്ടി നിന്നുകൊണ്ട് പുതിയ രീതിയിൽ അല്ലെങ്കിൽ പുതിയ തലത്തിൽ നിന്നുകൊണ്ട് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവൾ അത്രയും കണിഞ്ഞായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന മാജിക്കുകൾ, ബിസിനസ്സിൽ മാജിക്കുകൾ കാണിക്കാൻ പോകുന്ന തരത്തിൽ കപ്പാസിറ്റി ഉള്ള ഒരു ബിസിനസ് സംരംഭകനാണ് ബോബി ചെമ്മണ്ണൂർ എന്നുള്ളത്. ആ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് നിലപാടുകളും എടുക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ബിസിനസ് കരിയർ എടുത്തു വെച്ച് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ നാടിനെയും നാട്ടുകാരെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് ബോച്ചയുടെ ആ നീക്കമെന്ന് പറയുന്നത് വളരെ പ്രശംസാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ വീഡിയോ അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ബിസിനസ്സിലെ പുതിയൊരു നയമാറ്റം, അല്ലെങ്കിൽ പുതിയ രീതിയിലേക്ക് ഈ ബിസിനസിന്റെ ഒരു പ്രൊമോഷൻ, അതിന്റെ ഉദ്ഘാടനം, അതിന് താൻ എങ്ങനെയാണ് മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ അദ്ദേഹം തന്നിരിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, ഇദ്ദേഹത്തിന് നിയമ നടപടി നേരിടേണ്ടി വന്നത് ഇദ്ദേഹത്തെ സ്ത്രീ വിരോധിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സ്ത്രീകൾക്കെതിരെ മോശമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു പരിവേഷമൊക്കെ ചാർത്തി കൊടുത്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലടച്ച് അദ്ദേഹത്തിന്റെ ഖ്യാതി മോശപ്പെടുത്തി കളയാൻ വേണ്ടിയിട്ട് ഹണി റോസിനെ പോലുള്ളവരും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറെ സ്ത്രീജനങ്ങളും ഫെമിനിസ്റ്റുകളും ഒക്കെ വളരെ വ്യക്തമായിട്ട് വളരെ ഗൂഢമായിട്ടുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിനെതിരെ പെരുമാറിയത്. അപ്പൊ അത്തരക്കാർക്കുള്ള ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു നയം മാറ്റം എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവിടുത്തെ ഷോറൂമുകളായിക്കോട്ടെ, വലിയ വലിയ സംരംഭങ്ങൾ, ഷോപ്പുകൾ, വ്യാവസായികമായിട്ടുള്ള എല്ലാ സംരംഭങ്ങളും സാധാരണഗതിയിലൂടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്ന ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖന്മാരാണ്. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർക്കും മോർ ഓവർ ഇവിടുത്തെ ഫിലിം സ്റ്റാർസ് അങ്ങനെയുള്ളവർക്കെല്ലാം, എസ്പെഷ്യലി ഈ സിനിമ നടിമാർക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടി, അവരുടെ അവസരങ്ങൾ തീർച്ചയായിട്ടും കുറയും എന്നുള്ളതിനകത്ത് നമുക്കൊരു സംശയവുമില്ല. കാരണം ബോച്ച ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ചുവടുമാറ്റം നടത്തിയെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ മറ്റ് വ്യാവസായിക പ്രമുഖന്മാരും വ്യാപാരികളും ഇത്തരം രീതിയിലേക്ക് ചുവടുമാറ്റം നടത്തിയാൽ നമ്മുടെ ഇവിടെ ഈ ആരോപണങ്ങളും ഈ പല രീതികളിലുള്ള കാര്യങ്ങളൊക്കെ, ഇവിടെ സ്ത്രീകൾക്കൊരു നിയമം, പുരുഷന്മാർക്ക് വേറൊരു നിയമം, സ്ത്രീകൾക്ക് എന്തുമാവാം, പുരുഷന്മാർക്ക് ഒന്നും ആവാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം, എല്ലാവരുമല്ല, എല്ലാ സ്ത്രീകളും അങ്ങനെ ചിന്തിക്കുന്നില്ല, എല്ലാ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നതുമല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മഹാകുംഭമേളയിലെ ആ ഒരു വൈറൽ ഗേൾ മൊണാലിസ ബോൺസ്ലെ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കേരളത്തിൽ എത്തിച്ചുകൊണ്ട് ആ കുട്ടിയെ ആ വൈറൽ താരത്തെ കൊണ്ടുവന്നുകൊണ്ട് അപ്പൊ ആ വൈറലായ പെൺകുട്ടിയെ കൊണ്ടുവന്നു കോഴിക്കോടുള്ള ഒരു ഡയമണ്ട് കളക്ഷന്റെ ഷോറൂം അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു ബോച്ച. അപ്പൊ ബോച്ച ഇതിലൂടെ ചെയ്തൊരു കാര്യമുണ്ട്. അതാണ് ഞാൻ ഇതിലെ ഏറ്റവും വലിയ മെയിൻ പോയിന്റ്, അട്രാക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നതാണ്. ഒരു വെടിക്ക് ബോച്ച 2 പക്ഷികളെ ആണ് നേടിയിരിക്കുന്നത്. ഒന്ന്
ആർക്കൊക്കെയാണോ തിരിച്ചടി കൊടുക്കേണ്ടത് അവർക്കൊരു തിരിച്ചടി കൊടുക്കുകയും അതേപോലെ തന്നെ ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ, അല്ലെങ്കിൽ താരതമ്യേന ദരിദ്രയായ ഒരു പെൺകുട്ടിയെ അവളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഉദാരമതിയായിട്ടുള്ള ഒരു നല്ല പ്രവർത്തനം കൂടിയാണ് അദ്ദേഹം ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഉദ്ഘാടനത്തിൽ ആ പെൺകുട്ടിയെ ക്ഷണിച്ചത് കൊണ്ട് ചെയ്ത കാര്യം. അപ്പൊ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, പണി കൊടുക്കേണ്ടവന് പണിയും കൊടുത്ത് സഹായിക്കേണ്ടവനെ സഹായിക്കുകയും ചെയ്തു. അപ്പൊ ആ പെൺകുട്ടിക്ക് വേണ്ടുന്നത് ഒരു കൈത്താങ്ങായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നല്ല പ്രവർത്തനമായിട്ട് അതിനെ നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഒപ്പം തന്നെ ബുദ്ധിമുട്ടിച്ച, അല്ലെങ്കിൽ ബോബിയെ ബുദ്ധിമുട്ടിച്ച, ബോബിയുടെ ശത്രുക്കൾക്ക് കൊടുക്കാവുന്ന, എസ്പെഷ്യലി ഹണി റോസിന് കൊടുക്കാവുന്ന ഒരു നല്ല ഒന്നൊന്നര പണിയാണ് ഇപ്പോൾ ബോച്ച കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വൈറൽ ഗേള് ഇപ്പോൾ വേറൊരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇത് കുറച്ച് കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ ബോച്ച വിളിച്ചിട്ടുണ്ടെങ്കിൽ നാളെ വേറെ ഉറപ്പായിട്ടും മറ്റുള്ളവരും ആ പെൺകുട്ടിയെ വിളിക്കും. അപ്പൊ ഇതിലൂടെ ആ പെൺകുട്ടിയുടെ ഒരു ദാരിദ്ര്യം മാറുകയും അവൾക്കൊരു നല്ലൊരു എന്താ പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു പുതിയ അവസരം ബോച്ച തുറന്നു കൊടുത്തു. അപ്പൊ ബോച്ചയുടെ ഈ ഒരു സ്റ്റെപ്പിലൂടെ മറ്റുള്ളവരും പെൺകുട്ടിയെ വിളിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അതിലൂടെ ആ പെൺകുട്ടിയുടെ കരിയർ തന്നെ മാറും. അവളുടെ വീടിന്റെ അവസ്ഥ മാറും. അവളുടെ പേരൻസിനെ അവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അവളെ ഒരു ഗ്രാജുവലി ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അത് വളരെ നല്ല കാര്യമാണ് ബോച്ച ചെയ്തത്. അത് ബോച്ചയെ പോലുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആ പെൺകുട്ടിക്ക് കിട്ടിയ ഇപ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരയുന്ന വ്യക്തികളിൽ ഒരാളാണ് ഈ പറയുന്ന ഈ മഹാകുംഭമേളയിലെ വൈറൽ താരമായിട്ടുള്ള ഈ പെൺകുട്ടി. അപ്പോൾ ഇതിനെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്റെ ബിസിനസ്സും ഡെവലപ്പ് ആവും, ആ കുട്ടിക്കും ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെ ഒരു വേറെ ഒരു റേഞ്ച് ലെവലിലേക്കാണ് ഇപ്പോൾ ബോച്ച ഈ കാര്യത്തെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഈ ചെയ്ത കാര്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത് ആ പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് നൽകാവുന്ന ഏറ്റവും നല്ലൊരു പ്രതിഫലം കൊടുത്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ആ കുട്ടീനെ കോഴിക്കോട് തന്റെ ഷോറൂം ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതാണ്ട് 14 ലക്ഷത്തിലധികം രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റും ബോബി ചെമ്മണ്ണൂർ ആ പെൺകുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ മൊണാലിസ എന്ന് പറയുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു തുകയാണ് ബോബി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചുമ്മാ വിളിച്ചുകൊണ്ട് വന്ന് ഷോറൂം ഉദ്ഘാടനം ചെയ്ത് പോകുന്നതിനെ അല്ല അദ്ദേഹം ചെയ്തത്. പക്ഷെ മാന്യമായ ഒരു തുക കൊടുത്തുകൊണ്ട് അദ്ദേഹം തന്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തി എത്രത്തോളം വലുതാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ലേ. അപ്പൊ കുറ്റം പറയുന്നവർക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് കുറ്റം പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ പ്രശംസിക്കാനും കൂടിയുള്ള ഒരു മനോഭാവം, ഒരു മാനസിക വളർച്ച നിങ്ങൾക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സമൂഹത്തിൽ, മാറുന്ന സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ബോച്ചയപ്പോൾ അതേ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. വളരെ മാന്യമായിട്ട് ആ കുട്ടിയോട് പെരുമാറി. ഒരു മോശവും നമുക്ക് അതിനകത്ത് എവിടെയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടിയോട് സംസാരിക്കുന്നു. ആ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ സംസാരിക്കാൻ ആ കുട്ടിക്ക് അറിയത്തില്ല. അപ്പോൾ അത് അറിയാവുന്ന അദ്ദേഹത്തിന് ഹിന്ദിയിൽ പറയുമ്പോൾ അതിന് വളരെ സപ്പോർട്ടീവായിട്ട് ആ കുട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ബോച്ചയെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ബോച്ച എന്ന് പറയുമ്പോൾ ഒരു മുതലാളി എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലല്ല അദ്ദേഹം നിൽക്കുന്നത്. വളരെ സാധാരണക്കാരനോട് ഇഴുകി ചേർന്ന് വളരെ ഒരു സാധാരണക്കാരനെ പോലെ തന്നെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പോസിറ്റീവ് സൈഡിനെയും കൂടി വിമർശകരെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ തെറ്റ് കാണിച്ചാൽ നമുക്ക് അതിനെ ചൂണ്ടിക്കാണിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെയാണ് നല്ലത് ചെയ്താൽ അതിനെ ഒന്ന് അപ്രീഷിയേറ്റും കൂടി ചെയ്യാനുള്ള ആ ഒരു മനോഭാവം കൂടി നമ്മൾ ഓരോരുത്തരും വളരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് നമുക്കൊന്ന് ഇഴുകിച്ചേർന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വിമർശിക്കുന്നവരൊക്കെ എല്ലാ കാലത്തും വിമർശനം മാത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഈ വിമർശനം അവരുടെ വിമർശന കണ്ണുകളിൽ കൂടെ മാത്രം പലതിനെയും കാണുന്നത് കൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ നന്മ കാണാൻ പലപ്പോഴും ഇത്തരക്കാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ബോച്ചനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ചെയ്തിരിക്കുന്നത് അടിപൊളി കാര്യമാണ്, നല്ല കാര്യമാണ്. അപ്പോൾ ബോച്ചയുടെ ഇത്തരം പ്രവൃത്തികളെ മറ്റുള്ളവരും കൂടി അനുകരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സമൂഹത്തിലെ കുറെ ആൾക്കാരുടെ അഹങ്കാരവും തീരും, കുറെ ആൾക്കാരുടെ വിശപ്പും മാറ്റാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ കുറെ നാളായിട്ട് നമ്മുടെ ഹണി റോസിനെ എവിടെയും കാണാനില്ല എന്നുള്ളതാണ്. മറ്റേത് ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ഉദ്ഘാടനങ്ങളിലെല്ലാം പ്രത്യക്ഷപ്പെട്ട് 4 ആളുടെ മുമ്പിൽ
നമ്മുടെ ഹണി റോസ് വന്ന് പ്രദർശനങ്ങൾ നടത്തിപ്പോകുന്ന ഒരു ആളാണ്. അപ്പോൾ ആ ആളെ ഇപ്പൊ നമുക്ക് എവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ താൻ ചെയ്തത് ഒരു തെറ്റായ കാര്യമാണ് എന്ന് ഇപ്പോൾ അവർക്ക് ഒരുപക്ഷെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും എന്നാണ് ഞാൻ അതിനെ വിലയിരുത്തുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴേ നമുക്കതിന്റെ വരും വരായികളെ പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അത് നിങ്ങൾ ഞാനും ഒക്കെ പലപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഇതെല്ലാം വന്ന് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പലപ്പോഴും ചിന്തിക്കാറും അതിനെപ്പറ്റി വിചാരപ്പെടാറും ഒക്കെ ഉള്ളത്. അത്തരം ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. കാരണം പുള്ളിക്കാരത്തേക്ക് നേരിട്ടത് വലിയ തിരിച്ചടിയാണ്. ഇപ്പൊ ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഹണി റോസിന് ആരെങ്കിലും പ്രചോദനം നൽകിയോ അല്ലെങ്കിൽ ഹണി റോസിനെ ആരെങ്കിലും ഇതിലേക്ക് പ്രോംപ്റ്റ് ചെയ്തോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ എന്തു തന്നെ ആയിരുന്നാലും ആൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ആളുടെ ഫിലിംസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഗോപാലനെ പോലുള്ളവരൊക്കെ ഈ അദ്ദേഹത്തിന്റെ ഹണി റോസിനെ വെച്ചിട്ടുള്ള സിനിമയിൽ നിന്ന് ആ ഒരു പ്രൊഡക്ഷനിൽ നിന്നൊക്കെ പുള്ളിക്കാരൻ മാറി. അപ്പോൾ ഇങ്ങനെ എല്ലാ രീതികളിലും ഇപ്പോൾ ഹണി റോസിന് ഒരു തിരിച്ചടിയാണ്. ബോച്ചനെ സംബന്ധിച്ചിടത്തോളം ബോച്ചയ്ക്ക് കുറച്ചൊരു സമയത്തേക്ക് ബോച്ച ഒന്ന് സൈലന്റ് ആയി. പിന്നെ വർദ്ധിത വീര്യത്തോടു കൂടിയാണ് ബോച്ച ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ബോച്ചയുടെ ഒരു ബിസിനസ് മൈൻഡ് എന്ന് പറയുന്നത് അതൊരു വേറെ ലെവല് തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ സാധാരണഗതിയിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ബിസിനസ്സിന് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏത് തിരിച്ചടികളും അത് പോസിറ്റീവ് ആക്കി എടുക്കാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് അദ്ദേഹത്തിന്റെ ഒരു വിജയം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനിയും ബോബി ചെമ്മണ്ണൂർ ഈ പെൺകുട്ടിയെ തന്നെ കേരളത്തിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ അദ്ദേഹത്തിനുള്ള ഷോറൂമുകളുടെ ഉദ്ഘാടനമോ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് പുള്ളിക്കാരൻ കൊണ്ടുവരും എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. അപ്പൊ ഈ ബോച്ചനെ എതിർത്തുകൊണ്ട് കുറെ ഫെമിനിസ്റ്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ എങ്ങനെങ്കിലുമൊക്കെ ചേറുവാരി എറിഞ്ഞ് ഒരു വ്യക്തിനെ എങ്ങനെങ്കിലുമൊക്കെ തരം താഴ്ത്തി കാണിക്കുക എന്നുള്ളത് ചില ആൾക്കാർ ഗൂഢമായ നീക്കമാണ്. ആ ഗൂഢമായ ചിന്താഗതിക്കാരാണ് കൂടുതൽ ഈ വിഷയത്തെ വഷളാക്കിയത്. അല്ലാതെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി എന്നുള്ളതിന്റെ പേരിൽ മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ മോശം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മോശത്തരം സംഭവിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അദ്ദേഹം അത് ഏറ്റുപറയാൻ തയ്യാറായിട്ടും പിന്തുടർന്ന് പീഡിപ്പിക്കുന്നവരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങൾ എത്ര പിന്തുടർന്ന് അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അദ്ദേഹം അതിനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നത്. പണ്ടൊരിക്കൽ ഒരു യജമാനന് ഒരു കഴുത ഉണ്ടായിരുന്നു. അപ്പൊ ഈ കഴുത എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കിണറ്റിൽ ഒരു പൊട്ടക്കിണറ്റിൽ വീണുപോയി. അപ്പൊ പൊട്ടക്കിണറ്റിൽ വീണ കഴുത ഇങ്ങനെ അലറിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ഉടമസ്ഥന്റെ വേലക്കാര് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ കഴുത എന്ത് ചെയ്തു, കിണറ്റിൽ വീണുപോയി, അത് അവിടെ കിടന്ന് കരയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ യജമാനും ചിന്തിച്ചു, ഇതിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഭയങ്കര പൈസയാവും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് കിടക്കുന്ന കുഴിയെ മണ്ണിട്ടങ്ങ് മൂടി അതിനെ അവിടെ തന്നെ ജീവനോട് അടക്കം ചെയ്യാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഓരോ കൊട്ട മണ്ണും ഇതിന്റെ മേളിലേക്ക് ഇടുമ്പോഴും ഈ വീഴുന്ന മണ്ണിനെ എല്ലാം കൂടെ കുടഞ്ഞു കളഞ്ഞിട്ട് ആ മണ്ണിന്റെ മേളിൽ ചവിട്ടിക്കേറി അവസാനത്തെ കൊട്ട മണ്ണ് ഇട്ട് തനിക്ക് പുറത്തേക്ക് ചാടിക്കിടക്കാം കഴിയുമെന്നുള്ള ആ സാഹചര്യം വരെ കഴുത ഇതേ തനി ആവർത്തനം, ഇതേ പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരുന്നു. തന്നെ ഇട്ട് മൂടാൻ വേണ്ടി ശ്രമിച്ച മണ്ണിൽ ചവിട്ടിക്കൊണ്ട് ആ കഴുത തന്റെ പ്രതിസന്ധി ഘട്ടത്തെ കടന്ന് പുറത്തു വന്നതായിട്ട് ഒരു വളരെ മനോഹരമായ ഒരു കഥയുണ്ടായിരുന്നു. അതുപോലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ പറ്റിയും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹത്തെ എവിടെല്ലാം തിരിച്ചടികളിലൂടെ അദ്ദേഹത്തെ തകർക്കാൻ നോക്കിയോ അതെല്ലാം ചവിട്ടുപടികളാക്കിക്കൊണ്ട് പുതിയ വിജയപാതകളെ വെട്ടിത്തുറക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ളത് നല്ല ബുദ്ധിമാന്മാരായ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള കഴിവും പ്രാഗൽഭ്യവുമുള്ള വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്ത് കോപ്രായത്തരങ്ങളോ എന്തോ കാണിച്ചോട്ടെ, ഇവിടെ കോപ്രായത്തരങ്ങൾ ആരാണ് കാണിക്കാത്തത്? ഇവിടെ എന്തൊക്കെ അദ്ദേഹം കോപ്രായങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇവിടെ പല രീതിയിലുള്ള ഹിംസ പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പലരെയും നശിപ്പിക്കാൻ വേണ്ടി ഗൂഢമായ നീക്കങ്ങൾ നടത്തി കുടുംബങ്ങളെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ ഈ കേരളത്തിലും നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നല്ലതായിട്ടും, എന്നാലൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബിസിനസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില പ്രവൃത്തികളെ ഹീനമാക്കി കാണിച്ച് ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ താളടിയാക്കാൻ വേണ്ടി അല്ല ആ വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ രംഗത്തിറങ്ങിയിട്ട്, എസ്പെഷ്യലി ഫെമിനിസ്റ്റുകളായിട്ടുള്ള ഈ തീവ്ര ഫെമിനിസ്റ്റ് ചിന്താഗതി ഉള്ളവർ ഭയങ്കര അപകടം തന്നെയാണ്. അവരൊരിക്കലും ഈ സമൂഹത്തിൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റത്തെ അംഗീകരിക്കാൻ പോകുന്നത് അവർക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള കോൺറൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ആംഗിളിൽ കൂടി മാത്രമേ അത് കാണൂ. അതിൽ കൂടെ കാണുമ്പോൾ അവർക്ക് പുറമേ നിന്ന് കാണുന്ന മുഴുവനും വികലമായ കാര്യങ്ങളായിട്ടും മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ മോശത്തരമായിട്ടേ കാണത്തുള്ളൂ. അവരുടെ വിഭാഗത്തിൽപ്പെട്ടവരെ അവർ എന്ത് വൃത്തികേടാണ് അവർ കാണിച്ചാലും അതിനെല്ലാം ന്യായീകരിച്ച് വെളുപ്പിച്ചുകൊണ്ട് അത് നല്ലതാണെന്ന്
ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വെളുപ്പിച്ച് അതിനെ നല്ലതാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത്തരക്കാരാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സമൂഹത്തിലുള്ള വ്യക്തികളെ എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്ത് അവരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നിടത്തോളം കാലം പുള്ളി അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് നിങ്ങൾ ഇടുന്ന ഓരോ ആരോപണങ്ങളെയും ചവിട്ടിക്കേറിക്കൊണ്ട് വിജയപാതകളെ വെട്ടിത്തുറന്ന് പുള്ളി ഇപ്പോൾ ജയശ്രീ ലാളിതനായിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കുംഭമേളയിലെ വൈറൽ ഗേൾ ആയിട്ടുള്ള മൊണാലിസ ബോൺസ്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടീനെ കൊണ്ടുവന്ന് കോഴിക്കോട് തന്റെ ഡയമണ്ട് ഷോറൂം ഉദ്ഘാടനം ചെയ്ത് അപ്പൊ വിമർശിച്ചവരുടെ എല്ലാവരുടെയും വായടച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ബോച്ചെ പുതിയ ഒരു തന്റെ ബിസിനസ് നയമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുത്തിയിരുന്ന് കരഞ്ഞോ. നിങ്ങൾ വിമർശിക്കാൻ മാത്രമേ നിങ്ങൾക്കറിയാവൂ. നിങ്ങൾക്ക് കൈയടിക്കാൻ അറിയത്തില്ല, പ്രോത്സാഹിപ്പിക്കാൻ അറിയത്തില്ല. അപ്പോൾ ബോച്ചെ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് എന്ത് കുറവുണ്ടായിക്കോട്ടെ, പക്ഷെ അദ്ദേഹം ഈ ചെയ്തിരിക്കുന്നത് അടിപൊളി കാര്യമാണ്. അദ്ദേഹത്തിന് 100% സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതേപോലെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയക്കണം. അപ്പൊ മറ്റൊരു വീഡിയോ കാണുമ്പോൾ